ലത സൃജുക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചൈന ട്രിപ്പ് പോയതിൽ മക്കാവോ നിന്ന് ഹോങ്കോങ്ങിലേക്കുള്ള യാത്രയാണ് ഇതിൽ കാണിക്കുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ മക്കാവോ നിന്ന് ഹോങ്കോങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് ബസ്സാണ്. ഇതുപോലെ ഒരു പാലം, പുതിയ പാലം, 2018 മറ്റാണ് അതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞത്. അതിലാണ് ഞങ്ങൾ ഹോങ്കോങ്ങിലേക്ക് പോകുന്നത്. ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരു അണ്ടർ സീയിൽ കൂടെ ഒരു ടണലുണ്ടാക്കി അതിൽ കൂടി യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് അണ്ടർ സീയിൽ കൂടെയാണ് പോകുന്നത്. ഒരു 7 മിനിറ്റോളം സീ ടണലിൽ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വീണ്ടും റോഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അവിടെ അത് ഹോങ്കോങ് എയർപോർട്ടാണിത്. അവിടെ ഞങ്ങളെ ഒരു വെൽക്കം ചെയ്യാൻ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ബസ്സിൽ അവർ ഞങ്ങളെ കൊണ്ടുപോയി നേരെ അവിടുത്തെ ഹോങ്കോങ്ങിലെ ഫിഷിംഗ് വില്ലേജ് എന്ന് പറയാം, അവിടേക്ക് ആണ് ഞങ്ങൾ ആദ്യമായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അത് പോണ വഴിയിലുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ, ഒരു 5-6 പേര് മാത്രമേ ഈ ബോട്ടിൽ പോയിട്ടുള്ളൂ. അപ്പോൾ അതിലെ ഞങ്ങൾ ബോട്ടിൽ പോയിട്ടുള്ള അവിടുത്തെ ചില കാഴ്ചകളാണ് കാണുന്നത്. വളരെ രസമായിരുന്നു അതിൽ ബോട്ടിങ്ങിന് പോയിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. ലഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് വിക്ടോറിയ പീക്ക് കാണാനാണ്. അത് വിക്ടോറിയ പീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രാമിലൊക്കെ പോകണം. വളരെ ഹൈറ്റിലാണ്. അങ്ങനെ ഒരു ട്രാം റൈഡായിരുന്നു അത്. അപ്പോൾ അതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ള നമ്മൾ താഴെ നിന്ന് കാണുന്ന വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു അതൊക്കെ ചുറ്റും കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് ആ മോളിൽ നിന്ന് എടുത്തിട്ടുള്ള വ്യൂസൊക്കെയാണ് ഈ കാണുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് അവിടെ ഒരു ബീച്ചിലേക്കാണ്. ഒരു ബീച്ചിൽ അവിടെ നല്ല കുറേ ഫോട്ടോസൊക്കെ എടുത്തു.
ബീച്ചിൻ്റെ അടുത്തായിട്ട് ഒരു ടെമ്പിൾ പോലെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ പോയി. പിന്നെ അതാ ഞങ്ങൾ ബീച്ചിൽ പോയി. ബീച്ചാണ് ഇവിടെ കാണിക്കുന്നത്. ബീച്ചിൽ നിന്ന് ഞങ്ങൾ നേരെ പിന്നെ ഡിന്നർ കഴിക്കാനാണ് പോയിട്ടുള്ളത്. അപ്പോഴുള്ള ആ റോഡിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഞാൻ കുറേ കേട്ടിരിക്കുന്നത്. ഡിന്നർ കഴിക്കാൻ പോയത് നമ്മളൊരു ചൈനീസ് ഫുഡ് കഴിക്കാൻ തന്നെയാണ് പോയത്. കൂടെ ഉണ്ടായിരുന്ന നോൺ വെജിറ്റേറിയൻസിനൊക്കെ പറഞ്ഞില്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് അവിടെ തന്നെ പോയിട്ടുള്ളത്. ഇതൊക്കെയാണ് ഐറ്റംസ്. അത് കഴിഞ്ഞ് ഹോട്ടലിൽ സ്റ്റേ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഓഷ്യൻ പാർക്കിലേക്കാണ് പോയത്. ഓഷ്യൻ പാർക്കിൽ രാവിലെ തുടങ്ങി 10 മണിക്ക് തൊട്ട് ഒരു വൈകുന്നേരം വരെ അവിടെ തന്നെയായിരുന്നു. ഒരുപാട് റൈഡ്സും പിന്നെ കേബിൾ കാറിലൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഒരുപാട് കാണാനുണ്ടായിരുന്നു. ഡോൾഫിൻ ഷോ, പിന്നെ മറ്റേ ഫിഷിൻ്റെ, ഷാർക്ക്, അങ്ങനെ പല വിധത്തിലുള്ള ഷോസും ഉണ്ടായിരുന്നു. അവസാനം അക്വേറിയത്തിൽ കാണാൻ പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങി. ഞങ്ങളുടെ ഗൈഡിന് എല്ലാവരും കൂടി ഒരു ഉപഹാരമൊക്കെ കൊടുത്തു. അങ്ങനെ ഇപ്പോൾ ദാ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. തിരിച്ച് ഞങ്ങൾക്ക് സിംഗപ്പൂർ വഴിയുള്ള ഫ്ലൈറ്റായിരുന്നു. സിംഗപ്പൂർ വരെ ഒരു ഫ്ലൈറ്റ്, പിന്നീട് അങ്ങോട്ട് നെടുമ്പാശ്ശേരിക്ക് വേറൊരു ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങൾ ഒരു രാത്രി 12 മണി ആകുമ്പോഴേക്കാണ് നെടുമ്പാശ്ശേരി എത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.